26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് ജ്ഞാനി ആത്മാക്കളായ കുട്ടികളെയാണ് പ്രിയം. അതിനാൽ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരമാകൂ. ചോദ്യം: മംഗളകാരി യുഗത്തിൽ ബാബ എല്ലാ കുട്ടികൾക്കും ഏതൊരു സ്മൃതിയാണ് വരുത്തുന്നത്? ഉത്തരം: കുട്ടികളെ, നിങ്ങൾ തൻ്റെ വീട് ഉപേക്ഷിച്ചിട്ട് 5000 വർഷമായി. നിങ്ങൾ 5000 വർഷത്തിൽ 84 ജന്മങ്ങൾ എടുത്തു. ഇപ്പോൾ ഇത് അന്തിമ ജന്മമാണ്, വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തൂ. പിന്നെ സുഖധാമത്തിലേക്ക് വരും. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. എന്നാൽ ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായി ബാബയെ ഓർമ്മിക്കൂ. ഗീതം. സദസ്സിൽ ദീപനാളം ജ്വലിച്ചുയർന്നു. ഓം ശാന്തി. കുട്ടികൾ മനസ്സിലാക്കി, ഭഗവാൻ ഒന്നാണ്. ഗോഡ് ഇസ് വൺ. സർവ ആത്മാക്കളുടെയും പിതാവ് ഒന്നാണ്. ആ ഒന്നിനെ പരംപിത പരമാത്മാ എന്ന് പറയുന്നു. സൃഷ്ടിയുടെ രചയിതാവ് ഒന്നാണ്. അനേകം ഉണ്ടാവുക സാധ്യമല്ല. ഈ സിദ്ധാന്തമനുസരിച്ച് മനുഷ്യന് സ്വയം ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സേവനത്തിന് നിമിത്തമാണ്. ഈശ്വരൻ പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സത്യയുഗം എന്ന് പറയുന്നു. അതിനുവേണ്ടി നിങ്ങൾ യോഗ്യരായിക്കൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ പതീതരായ ആരും ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പാവനമായിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, പതീത പാവനൻ ഞാനാണ്. കുട്ടികളായ നിങ്ങൾക്ക് ശ്രേഷ്ഠ മതം നൽകുന്നു. തൻ്റെ നിരാകാര പിതാവായ എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പതീതത്തിൽ നിന്നും തമോ പ്രധാനത്തിൽ നിന്നും പാവനവും സതോ പ്രധാനവുമായി മാറും. ഓർമ്മയാകുന്ന യോഗാഗ്നിയിലൂടെ നിങ്ങളുടെ പാപം നശിക്കും. സന്യാസിമാരും മറ്റും ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് പറയുന്നു ഭഗവാൻ ഒന്നാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ വളരെ പേർ സ്വയം ഭഗവാനാണ് എന്ന് പറയുന്നു. ശ്രീ ശ്രീ 108 ജഗദ്ഗുരു എന്ന് പറയുന്നു. ഇപ്പോൾ ജഗത്തിൻ്റെ ഗുരു ഒരേ ഒരു ബാബയാണ്. മുഴുവൻ ജഗത്തിനെയും പാവനമാക്കുന്ന ഒരു പരമാത്മാവ് മുഴുവൻ ലോകത്തിനെയും ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു. ആ ഒന്ന് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. ഇതും കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് പതീത ലോകമാണ്. എല്ലാവരും പതീതമാണ്. പാവന ലോകത്തിൽ യഥാ മഹാരാജ മഹാറാണി തഥാ പ്രജയായിരിക്കും. സത്യയുഗത്തിൽ പൂജ്യ മഹാരാജാവും മഹാറാണിയും ഉണ്ടായിരിക്കും. പിന്നെ ഭക്തി മാർഗത്തിൽ പൂജാരിയായി മാറുന്നു. സത്യയുഗത്തിൽ മഹാരാജാവും മഹാറാണിയും ആയിരിക്കുന്നവരുടെ 2 കലകൾ കുറയുമ്പോൾ രാജാ റാണി എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ഉള്ളതാണ്. ഇല്ലെങ്കിൽ 1 സെക്കൻഡിലാണ് ജീവൻ മുക്തി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കൂ. എന്നാൽ ഈ അന്തിമ ജന്മം പവിത്രമായിരിക്കൂ. ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. വാനപ്രസ്ഥം അഥവാ ശാന്തിധാമം ഒരേ കാര്യം തന്നെയാണ്. ഇവിടെ ആത്മാക്കൾ ബ്രഹ്മതത്വത്തിൽ വസിക്കുന്നു. അതിനെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ആത്മാക്കൾ അണ്ഡം പോലെ ഒന്നുമല്ല. ആത്മാവ് സ്റ്റാറാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഏതെല്ലാം ആത്മാക്കളുണ്ടോ അവർ ഈ ഡ്രാമയിലെ ആക്ടേഴ്സ് ആണ്. ആക്ടേഴ്സ് നാടകത്തിൽ ഡ്രസ് മാറുകയും പല പല പാർട്ട് അഭിനയിക്കുകയും ചെയ്യുന്നത് പോലെ ഇതും പരിധിയില്ലാത്ത നാടകമാണ്. ആത്മാക്കൾ ഈ സൃഷ്ടിയിൽ 5 തത്വങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ പ്രവേശിച്ച് തുടക്കം മുതൽ പാർട്ട് അഭിനയിക്കുന്നു. പരമാത്മാവും ബ്രഹ്മ വിഷ്ണു ശങ്കറും എല്ലാം ആക്ടേഴ്സാണ്. പാർട്ട് അഭിനയിക്കുന്നതിനായി നാടകത്തിൽ പല പല പ്രകാരത്തിലുള്ള ഡ്രസ് ലഭിക്കുന്നു. വീട്ടിൽ ആത്മാക്കളെല്ലാം ശരീരമില്ലാതെ ഇരിക്കുന്നു.
പിന്നെ എപ്പോഴാണോ 5 തത്വങ്ങളുടെ ശരീരം തയ്യാറാകുന്നത്, അപ്പോൾ അതിൽ പ്രവേശിക്കുന്നു. 84 ശരീരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഇത്രയും പേരുകളും മാറുന്നു. ആത്മാവിൻ്റെ നാമം ഒന്നു തന്നെയാണ്. ഇപ്പോൾ ശിവ് ബാബ പതീത പാവനനാണ്. ആ ഒന്നിന് തൻ്റേതായ ശരീരമില്ല. ശരീരത്തിൻ്റെ ആധാരം എടുക്കേണ്ടി വരുന്നു. പറയുന്നു, എൻ്റെ നാമം ശിവൻ എന്ന് തന്നെയാണ്. പഴയ ശരീരത്തിലാണ് വരുന്നത്. ആ ശരീരത്തിന് അതിൻ്റേതായ നാമമുണ്ട്. അതിന് വ്യക്തനാമമുണ്ട്. പിന്നെ അവ്യക്ത നാമം ഉണ്ടായിരിക്കുകയാണ്. ഒരു ധർമ്മത്തിലുള്ളവർ മറ്റൊരു ധർമ്മത്തിലേക്ക് പോകുമ്പോൾ പേര് മാറുന്നു. നിങ്ങളും ശൂദ്രധർമ്മത്തിൽ നിന്നും മാറി ബ്രാഹ്മണ ധർമ്മത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പേര് മാറുന്നു. നിങ്ങൾ ശിവ് ബാബ ത്രൂ ബ്രഹ്മ എന്നെഴുതുന്നു. ശിവ് ബാബ പരംപിത പരമാത്മാവാണ്. ആ ഒന്നിൻ്റെ നാമം മാറുന്നില്ല. ശിവ് ബാബ ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അത് പ്രായേണ ലോപിച്ചുപോയി. ആരാണോ പാവനവും പൂജ്യവുമായിരുന്നത് അവർ തന്നെ പതീതവും പൂജാരിയുമാകുന്നു. 84 ജന്മങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ദേവീ ദേവതാ ധർമ്മം സ്ഥാപിതമാകുന്നു. പരംപിത പരമാത്മാവ് വന്ന് ബ്രഹ്മാവിലൂടെ വീണ്ടും സ്ഥാപന ചെയ്യിക്കുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രാഹ്മണർ തീർച്ചയായും വേണ്ടതാണ്. ബ്രഹ്മാവും ബ്രാഹ്മണരും എവിടെ നിന്ന് വന്നു? ശിവ് ബാബ വന്ന് ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എൻ്റേതാണ് എന്ന് പറയുന്നു. ശിവ് ബാബയുടെ കുട്ടികൾ തന്നെയാണ്. പിന്നെ ബ്രഹ്മാവിലൂടെ പൗത്രരാകുന്നു. മുഴുവൻ പ്രജകളുടെയും പിതാവ് ഒന്നാണ്. കുമാരിമാരായ ഇത്രയും കുട്ടികളുണ്ട്. അവരെ ശിവ് ബാബ ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. മനുഷ്യർക്ക് അറിയില്ല. ബാബ വന്ന് ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നു എന്നല്ല. പ്രളയം ഉണ്ടായതായും പിന്നെ സാഗരത്തിൽ ഇലയിൽ വന്നതായും കാണിക്കുന്നത് പോലെ ഇതെല്ലാം കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് അമരമാണ്. അതിൽ പാർട്ടും അമരമാണ്. പാർട്ട് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. സത്യയുഗത്തിൽ അതേ ലക്ഷ്മി നാരായണൻ്റെ സൂര്യവംശി രാജധാനി നടന്നു വരുന്നു. ഒരിക്കലും മാറുന്നില്ല. ലോകം പുതിയതിൽ നിന്നും പഴയതും പഴയതിൽ നിന്നും പുതിയതും ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തർക്കും അവിനാശി പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. ബാബ പറയുന്നു, ഭക്തി മാർഗത്തിൽ ഭക്തർ ഏതെല്ലാം ഭാവനയോടെയാണോ ഭക്തി ചെയ്യുന്നത് അതനുസരിച്ച് സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. ചിലർക്ക് ഹനുമാന്റെയും ഗണപതിയുടെയും സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. അവരുടെ ആ ശുഭഭാവന പൂർത്തീകരിക്കുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഭഗവാൻ സർവ്വതിലുമുണ്ട് എന്ന് മനുഷ്യർ പിന്നെ മനസ്സിലാക്കുന്നു. അതിനാൽ സർവവ്യാപി എന്ന് പറയുന്നു. ഭക്തമാലയുമുണ്ട്. പുരുഷന്മാരിൽ നാരദ ശിരോമണി പാടപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളിൽ മീരയാണ്. ഭക്തമാല വേറെയാണ്. രുദ്രമാല വേറെയാണ്. ജ്ഞാനത്തിൻ്റെ മാല വേറെയാണ്. ഭക്തരുടെ മാല ഒരിക്കലും പൂജിക്കുന്നില്ല. രുണ്ട് മാല അഥവാ വൈജയന്തി മാല പൂജിക്കപ്പെടുന്നു. മുകളിൽ പുഷ്പം, പിന്നെ മേരു, പിന്നെ ഉള്ളത് കുട്ടികൾ. അവർ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു. വൈജയന്തി മാല തന്നെയാണ് വിഷ്ണുവിൻ്റെ മാല. ഭക്തരുടെ മാലയ്ക്ക് കേവലം മഹിമയാണുള്ളത്. ഈ രുദ്രമാലയാണെങ്കിൽ എല്ലാവരും തിരിക്കുന്നു. നിങ്ങൾ ഭക്തരല്ല, ജ്ഞാനിയാണ്. ബാബ പറയുന്നു, എനിക്ക് ജ്ഞാനി ആത്മാവ് പ്രിയമായി തോന്നുന്നു. ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. കുട്ടികളായി നിങ്ങൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മാലയും പൂജിക്കപ്പെടുന്നു. അഷ്ടരത്നങ്ങളുടെയും പൂജ ഉണ്ടാകുന്നു. കാരണം ജ്ഞാനി ആത്മാക്കളാണ്. അപ്പോൾ അവരുടെ പൂജ നടക്കുന്നു. മോതിരം ഉണ്ടാക്കി അണിയുന്നു. കാരണം ഇവർ ഭാരതത്തെ സ്വർഗമാക്കുന്നു. പാസ് വിത്ത് ഓണർ ആകുന്നു. അപ്പോൾ അവർക്ക് മഹിമയുണ്ട്.
9ാമത്തെ മണിയായി ഇടയിൽ ശിവ് ബാബയെ വെക്കുന്നു. അതിനെ നവരത്നം എന്ന് പറയുന്നു. ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ്. ബാബ കേവലം പറയുന്നു, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും, പിന്നെ നിങ്ങൾ പോകും. പതിത ആത്മാക്കൾക്ക് പാവന ലോകത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. ഇവിടെ സർവരും പതീതമാണ്. ദേവതമാരുടെ ശരീരം പവിത്രവും നിർവികാരിയുമാണ്. അവർ പൂജ്യരാണ്. യഥാ രാജാ റാണി തഥാ പ്രജയും പൂജ്യരാണ്. ഇവിടെ എല്ലാവരും പൂജാരിയാണ്. അവിടെ ദുഃഖത്തിൻ്റെ കാര്യങ്ങളില്ല. അതിന് സ്വർഗം, സുഖധാമം എന്നാണ് പറയുന്നത്. അവിടെ സുഖം, സമ്പത്ത്, ശാന്തി എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അതിനാൽ ഇതിനെ നരകം, അതിനെ സ്വർഗം എന്ന് പറയുന്നു. ആത്മാക്കളായ നമ്മൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. അവിടെ നിന്നും പാട്ട് അഭിനയിക്കുവാനായി വരുന്നു. 84 ജന്മങ്ങൾ പൂർണ്ണമായും എടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ ദുഃഖധാമമാണ്. പിന്നെ നമ്മൾ ശാന്തിധാമത്തിലേക്ക് പോകുന്നു. വീണ്ടും സുഖധാമത്തിലേക്ക് വരും. ബാബ സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടേത് ഈ സംഗമയുഗമാണ്. ബാബ പറയുന്നു, ഞാൻ കൽപ്പത്തിലെ സംഗമയുഗത്തിൽ വരുന്നു, യുഗങ്ങൾ തോറുമല്ല. ഞാൻ സംഗമയുഗത്തിൽ ഒരേ ഒരു തവണ സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുവാൻ വരുന്നു. സത്യയുഗമായിരുന്നു, ഇപ്പോൾ കലിയുഗമാണ്. വീണ്ടും സത്യയുഗം വരണം. ഇതാണ് മംഗളകാരി സംഗമയുഗം. സർവരുടെയും മംഗളമുണ്ടാകണം. സർവരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നു. ആ ഒന്നിനെ, അതായത് ബാബയെ, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്ന് പറയുന്നു. ഇവിടെ സർവരും ദുഃഖിതരാണ്. നിങ്ങൾ സുഖധാമത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. സുഖധാമത്തിൽ പോകണമെങ്കിൽ ആദ്യം ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ പാട്ട് അഭിനയിച്ച് 5000 വർഷമായി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തൻ്റെ വീട് ഉപേക്ഷിച്ചിട്ട് 5000 വർഷമായി. അതിൽ നിങ്ങൾ ഭാരതവാസികൾ 84 ജന്മങ്ങൾ എടുത്തു. ഇപ്പോൾ നിങ്ങളുടേത് അന്തിമ ജന്മമാണ്. സർവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. സർവർക്കും പോകേണ്ടതുണ്ട്. ജ്ഞാനത്തിൻ്റെ സാഗരം അഥവാ രുദ്രൻ എന്ന മഹിമയുമുണ്ട്. ഇതാണ് ശിവജ്ഞാനയജ്ഞം. പതീത പാവനൻ ശിവനാണ്. പരമാത്മാവും ശിവനാണ്. രുദ്രൻ എന്ന നാമം ഭക്തർ വെച്ചിരിക്കുന്നു. ആ ഒന്നിൻ്റെ യഥാർത്ഥ നാമം ഒരേ ഒരു ശിവൻ എന്നാണ്. ശിവബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിക്കുന്നു. ബ്രഹ്മാവ് ഒന്ന് തന്നെയാണ്. ഈ ഒന്ന് പതീതമാണ്. പിന്നെ അതേ ബ്രഹ്മാവ് പാവനമാകുന്നു. അപ്പോൾ ഫരിഷ്തയായി മാറുന്നു. സൂക്ഷ്മവദനത്തിൽ കാണിക്കുന്നത് മറ്റൊരു ബ്രഹ്മാവല്ല. ബ്രഹ്മാവ് ഒന്നേ ഉള്ളൂ. ഇത് വ്യക്തം, അത് അവ്യക്തം. ഇദ്ദേഹം സമ്പൂർണ്ണ പാവനമാകുമ്പോൾ സൂക്ഷ്മവദനത്തിൽ കാണും. അവിടെ എല്ലും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ആത്മാവിന് ശരീരം ലഭിക്കുന്നില്ല എങ്കിൽ അലഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ഭൂതം എന്ന് പറയുന്നു. ശരീരം ലഭിക്കുന്നത് വരെയും അലയുന്നു. ചിലത് നല്ലതായിരിക്കും, ചിലത് മോശമായിരിക്കും. ബാബ ഓരോ കാര്യത്തിൻ്റെയും അറിവ് നൽകുന്നു. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കിക്കുമല്ലോ. 1 സെക്കൻഡിലാണ് ജീവൻ മുക്തി. അൽഫിനെയും ബേയെയും ഓർമ്മിക്കൂ, അതായത് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. എങ്കിൽ സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ സമ്പത്ത് ലഭിക്കും. എത്ര സഹജമാണ്! പേര് തന്നെ സഹജ രാജയോഗം എന്നാണ്. ഭാരതത്തിൻ്റെ യോഗം ഇതായിരുന്നു എന്നവർ മനസ്സിലാക്കും. എന്നാൽ അത് സന്യാസിമാരുടെ ഹഠയോഗമാണ്. ഇതാണെങ്കിൽ തികച്ചും സഹജമാണ്. യോഗം എന്നാൽ ഓർമ്മ. അവരുടേത് ഹഠയോഗമാണ്. ഇത് സഹജമാണ്. ബാബ പറയുന്നു, എന്നെ ഇപ്രകാരം ഓർമ്മിക്കൂ. ലോക്കറ്റോ മറ്റോ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാബയുടെ കുട്ടികളാണ്. ബാബയെ കേവലം ഓർമ്മിക്കൂ. നിങ്ങൾ ഇവിടെ പാട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു.
ഇപ്പോൾ എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണം. വീണ്ടും അതേ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഭാരതവാസികൾ തന്നെയാണ് സൂര്യവംശി, ചന്ദ്രവംശി, വൈശ്യവംശി, ശൂദ്രവംശി ആകുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ വച്ച് മറ്റു ധർമ്മത്തിലുള്ളവരും വരുന്നു. 84 ജന്മങ്ങൾ നിങ്ങൾ എടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് തന്നെയാണ് നമ്പർ 1ലേക്ക് പോകേണ്ടത്. പിന്നെ നിങ്ങൾ സത്യയുഗത്തിൽ വരും. അപ്പോൾ എല്ലാവരും ശാന്തിധാമത്തിലായിരിക്കും. മറ്റു ധർമ്മത്തിലുള്ളവരുടെ വർണ്ണങ്ങൾ ഇല്ല. വർണ്ണങ്ങൾ ഭാരതത്തിൽ തന്നെയാണുള്ളത്. നിങ്ങൾ തന്നെയാണ് സൂര്യവംശിയും ചന്ദ്രവംശിയുമായിരുന്നത്. ഇപ്പോൾ ബ്രാഹ്മണ വർണ്ണത്തിലാണ്. ബ്രഹ്മവംശി ബ്രാഹ്മണനായിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആരുടെ ബുദ്ധിയിൽ ധാരണയാകുന്നത് അസാധ്യമാണോ അവരോട് പറയുന്നു, കേവലം ബാബയെ ഓർമ്മിക്കൂ. പിതാവിനെ അറിയുമ്പോൾ കുട്ടിക്ക് ഇത് സ്വത്താണ് എന്ന് മനസ്സിലാകുന്നു. പെൺകുട്ടിക്കാണെങ്കിൽ സമ്പത്ത് ലഭിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ എല്ലാവരും ശിവബാബയുടെ കുട്ടികളാണ്. എല്ലാവർക്കും അവകാശമുണ്ട്. മെയിൽ അഥവാ ഫീമെയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവരെയും പഠിപ്പിക്കണം. ശിവബാബയെ ഓർമ്മിക്കൂ. എത്ര ഓർമ്മിക്കുമോ അത്രയും വികർമ്മം വിനാശമാകും, പതീതത്തിൽ നിന്നും പാവനമാകും. ആത്മാവിൽ ഏതൊരു മാലിന്യമാണോ ചേർന്നിരിക്കുന്നത് അതെങ്ങനെ മാറും? ബാബ പറയുന്നു, യോഗത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ മാലിന്യം ഇല്ലാതാകുന്നത്. ഈ പതീത ശരീരം ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ആത്മാവ് പവിത്രമായി മാറും. എല്ലാവരും കൊതുകുകളെ പോലെ പോകും. ബുദ്ധിയും പറയുന്നു, സത്യയുഗത്തിൽ വളരെ കുറച്ചു പേരാണ് കഴിയുന്നത്. ഈ വിനാശത്തിൽ എത്ര മനുഷ്യർ മരിക്കും? ബാക്കി കുറച്ചു പേർ പോയി വസിക്കും. രാജാക്കന്മാർ കുറച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ബാക്കി 9 ലക്ഷം പ്രജകൾ സത്യയുഗത്തിൽ വസിക്കുന്നു. ഇതിനെക്കുറിച്ച് പാടുന്നുമുണ്ടല്ലോ. 9 ലക്ഷം നക്ഷത്രങ്ങൾ, അതായത് പ്രജകൾ. വൃക്ഷം ആദ്യം ചെറുതായിരിക്കും, പിന്നെ വളരുന്നു. ഇപ്പോഴാണെങ്കിൽ എത്ര ആത്മാക്കളാണുള്ളത്? ബാബ വരുന്നു, സർവരുടെയും ഗൈഡായി കൊണ്ടുപോകുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യോഗ അഗ്നിയിലൂടെ വികർമ്മങ്ങളുടെ മാലിന്യത്തെ ഭസ്മമാക്കി പാവനമാകണം. ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനായി സമ്പൂർണ്ണ സതോപ്രധാനമാകണം. ഈ മംഗളകാരി യുഗത്തിൽ ബാബയ്ക്ക് സമാനം ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവരാകണം. വരദാനം: സദാ കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ പ്രയാസമുള്ള കാര്യത്തെ സഹജമാക്കി മാറ്റുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. ഏത് കുട്ടികൾ നിരന്തരം ഓർമ്മയിലിരിക്കുന്നുവോ അവർ സദാ കൂട്ടുകെട്ട് അനുഭവിക്കുന്നു. അവരുടെ മുന്നിൽ ഏതൊരു സമസ്യ വന്നാലും സ്വയം കമ്പൈൻഡായി അനുഭവിക്കും, ഭയപ്പെടുകയില്ല. ഈ കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതി ഏതൊരു പ്രയാസമുള്ള കാര്യത്തെയും സഹജമാക്കി മാറ്റുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും വലിയ കാര്യം മുന്നിൽ വന്നുവെങ്കിൽ തൻ്റെ ഭാരം ബാബയുടെ മേൽ വെച്ച് സ്വയം ഡബിൾ ലൈറ്റായി മാറൂ. അപ്പോൾ ഫരിഷ്തയ്ക്ക് സമാനം ദിനരാത്രം സന്തോഷത്തിൽ മനസ്സുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. സ്ലോഗൻ: ഏതൊരു കാരണത്തിൻ്റെയും നിവാരണം നടത്തി സന്തുഷ്ടമായിരിക്കുകയും സന്തുഷ്ടമാക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് സന്തുഷ്ടമണി. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. ഓരോ ചുവടും ശ്രീമത്തനുസരിച്ചാണെങ്കിൽ സദാ നിശ്ചിന്തമായിരിക്കും. നിശ്ചിന്തമാണെങ്കിൽ സദാ യഥാർത്ഥ നിർണയവും നൽകും. നിർണയം യഥാർത്ഥമാകുമ്പോൾ വിജയിയാകും.
ത്രികാലദർശിയായ ആത്മാവ് സദാ നിശ്ചിന്തമായിരിക്കുന്നു. കാരണം അതിന് നിശ്ചയമുണ്ട്. നമ്മുടെ വിജയം ഉണ്ടായിക്കഴിഞ്ഞു. ഓം ശാന്തി. ഞാൻ ആത്മാവ് ബുദ്ധിബലത്തിലൂടെ എൻ്റെ സത്പിതാവിൻ്റെയും സത്ശിക്ഷകൻ്റെയും സദ്ഗുരുവിൻ്റെയും സത്സംഗത്തിൽ ഇരിക്കുകയാണ്. ഈ അതിശ്രേഷ്ഠവും ഏറ്റവും ഉയർന്നതുമായ സത്സംഗം എന്നെ ഹർഷിതവും ഭാരരഹിതവും ആക്കുന്നു. പ്രകാശരൂപിയായ ശിവബാബയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ എന്നിൽ സന്തോഷത്തിൻ്റെ അലകൾ ഉൽപ്പന്നമാക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ സത്യമിത്രമായ ബാബയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ ഈ സർവശ്രേഷ്ഠ സത്സംഗത്തിൻ്റെ ഈശ്വരീയ ലഹരി ദേവപദപ്രാപ്തിയുടെ അതിരില്ലാത്ത സന്തോഷം എന്നിൽ ഉണർന്നു വരുന്നു. ബാബയുമായുള്ള ഈ സത്സംഗം സർവ ഗുണങ്ങളുടെയും ശക്തികളുടെയും ഖജനാവുകളുടെ നിറവ് എന്നിൽ വരുത്തുകയാണ്. എൻ്റെ ആത്മീയ തിളക്കം വർദ്ധിക്കുന്നു. ഈ പരിധിയില്ലാത്ത സൃഷ്ടി നാടകത്തിലെ ഓരോ ആത്മാവിൻ്റെയും ഭിന്ന ഭിന്ന അഭിനയ ഭാഗങ്ങൾ കാണുമ്പോഴും അസന്തുഷ്ടമാകാതെ സർവർക്കും സന്തുഷ്ടതയാകുന്ന ഈശ്വരീയ പ്രസാദം നൽകുന്ന സന്തുഷ്ടമണിയായി ഞാൻ മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദേഹിയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും ശിവബാബയുമായുള്ള സത്സംഗം നിലനിർത്തുമ്പോൾ എനിക്ക് ചുറ്റും ഒരു ദിവ്യ പ്രഭാവലയം രൂപപ്പെടുന്നു. ഈ പ്രഭാവലയം എന്നെ മായയുടെ വിപരീതമായ
പ്രഭാവങ്ങൾ ഏൽക്കുന്നതിൽ നിന്നും സമ്പൂർണ്ണ സുരക്ഷിതമാക്കി വയ്ക്കുന്നു.